എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പഠിതാക്കളെ, നമസ്കാരം. നിങ്ങളെ വീണ്ടും എൻ്റെ പുതിയ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇനി വേറൊരു ടൈപ്പ് വാചകങ്ങളെ കുറിച്ച് പരിചയപ്പെടാം. എപ്പോഴും നമുക്ക് സംഭാഷണത്തിനൊക്കെ കൂടുതൽ ആവശ്യമായിട്ട് വരിക. സംഭാഷണത്തെ എപ്പോഴും നമുക്ക് അപേക്ഷിക്കേണ്ടി വരാറുണ്ട്, ആജ്ഞാപിക്കേണ്ടി വരാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട് ഇല്ലേ? അപ്പോൾ അതിൽ നമ്മൾ ഒരാളോട് അപേക്ഷിക്കുമ്പോൾ എങ്ങനെയാണ് വാചകങ്ങൾ പറയേണ്ടത്, അതുപോലെ ആജ്ഞാപിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് എന്ന് പറയും. അത്തരം വാചകങ്ങൾ, അതായത് റിക്വസ്റ്റുകൾ, അതുപോലെ തന്നെ കമാൻഡുകൾ, ആജ്ഞകൾ. അപ്പോൾ റിക്വസ്റ്റ്, അപേക്ഷകളായിട്ടുള്ള വാചകങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. എന്താണ് റിക്വസ്റ്റ്? നമ്മൾ ആരോടാണ് റിക്വസ്റ്റ് ചെയ്യുക? നമ്മൾ കേൾക്കുന്ന ഒരാളോട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലേ? അല്ലാതെ ഒരാൾ നമുക്ക് കേൾക്കാൻ ഒരാളില്ലെങ്കിൽ മൂന്നാമനോട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും? സ്ഥലത്തില്ലാത്ത ഒരാളോട് റിക്വസ്റ്റ് ചെയ്യും. രണ്ടുപേര് സംഭാഷണം നടത്തുമ്പോൾ പറയുന്ന ആളെ നമ്മൾ ഫസ്റ്റ് പേഴ്സണും കേൾക്കുന്ന ആളെ സെക്കൻഡ് പേഴ്സണാ പറയാമെന്ന് നമ്മൾ വളരെ മുൻപ് പഠിച്ചു. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺസ് നമ്മൾ അത് പറയുന്ന ആൾക്ക്, കേൾക്കുന്ന ആളെ റിക്വസ്റ്റ് ചെയ്യാൻ പറയുന്നു, അല്ലേ? അപ്പോൾ സ്ഥലത്തില്ലാത്ത ഒരാളോട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ മൂന്നാം റിക്വസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? അല്ലേ? അപ്പോൾ രാജാക്കന്മാരൊക്കെ കൽപ്പിക്കുന്ന പോലെ ആരോടെ പിടിച്ചു കെട്ടവനെന്നൊക്കെ പറയുന്ന പോലെ കേട്ടവര് അപ്പോഴും കേൾക്കാൻ ഒരാൾ വേണം. അങ്ങനെ പറഞ്ഞാൽ പോലും കേൾക്കാൻ ഒരാൾ വേണം, അല്ലേ? അപ്പോൾ കേൾക്കുന്ന ആളുകളോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ സെക്കൻഡ് പേഴ്സണോട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരു റിക്വസ്റ്റിലെ സബ്ജക്റ്റ് ഏതായിരിക്കും? നിങ്ങൾ തന്നെ പറഞ്ഞു. യുക്തി വെച്ച് നമ്മൾ ഒരു റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ പറയാ? നിങ്ങളെ പേനും തരൂ, അല്ലേ? പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്താൽ വെച്ചാൽ പോസ്റ്റ് ഓഫീസിൽ വെച്ചിട്ട് ഒരു എഴുതണം. അങ്ങനെ എഴുതണം, പെട്ടെന്ന് പേന നോക്കിയപ്പോൾ കാണാനില്ല. അപ്പോൾ തൊട്ടടുത്തിൽ പേന ഉണ്ട്. അപ്പോൾ ആളോട് അല്ലെങ്കിൽ പോസ്റ്റ്മാനോട് അവരുടെ ഓഫീസിൽ തന്നെ പേന ചോദിക്കാൻ നമുക്ക് ആ പേനൊന്നും തരൂ, അല്ലേ? അതാരോട്? കേൾക്കുന്ന ആളോടാണ്, അല്ലേ? കേൾക്കുന്ന ആളെ താങ്കൾ ആ പേനയും തരൂ, നിങ്ങൾ ആ പേനയും തരൂ. ചെറിയ കുട്ടികളൊക്കെ നീ ആ പേനയും തരുമോ എന്നാണ് നമ്മൾ ചോദിക്കുക. തരൂ, ആ പേനയും തരൂ, അങ്ങനെയല്ല നമ്മൾ ചോദിക്കുക. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ആള് ആരായിരിക്കും? സെക്കൻഡ് പേഴ്സൺ ആയിരിക്കും. അത് യു ആയിരിക്കുന്ന അർത്ഥം. ഇംഗ്ലീഷിൽ, മലയാളത്തിൽ നമ്മൾക്ക് താങ്കൾ എന്ന്, നിങ്ങൾ എന്നൊക്കെ പറയാം, അതുപോലെ നീ എന്നൊക്കെ പറയാം. പക്ഷെ ഇംഗ്ലീഷിൽ ഒറ്റ വാക്കുകളെല്ലാവരും കൂട്ടിട്ട് യു ആണ്. അപ്പോൾ യു മാത്രമാണ് എന്ത്? സെക്കൻഡ് പേഴ്സൺ ആയിട്ടുള്ളൂ. അപ്പോൾ നീയാണ് സബ്ജക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ ഏതൊരു അപേക്ഷാ വാക്യത്തിൽ സബ്ജക്റ്റ് ഏതാ? നീ ഓർ നിങ്ങൾ. അപ്പോൾ ഇംഗ്ലീഷിലൊക്കെ യുവാ. നമ്മൾ നീ എന്ന് പറഞ്ഞാലും നിങ്ങൾ എന്ന് പറഞ്ഞാലും താങ്കൾ എന്ന് പറഞ്ഞാലും ഒക്കെ ഇതാ. പിന്നെ അത് വെക്കുക. പിന്നെ ഘടനയൊക്കെ സാധാരണ പോലെയാണ്. വെർബ് റൂട്ടാണ് വെക്കുക. ക്രിയേറ്റ് എന്താ വെക്കുക? വെർബ് റൂട്ട്. അപ്പോൾ അത്ര ശ്രദ്ധിക്കട്ടെ. അപ്പോൾ ആദ്യം സബ്ജക്റ്റ് ആയിട്ട് ഏതുണ്ടായിരിക്കുക? യു. വെർബായിട്ട് വെർബ് റൂട്ട്. പിന്നെ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പറയും, അതാണ് നമ്മൾ പറയുക. വെർബ് കഴിഞ്ഞാൽ എന്ത്? ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം, നിങ്ങളൊരു ഗ്ലാസ് വെള്ളം തരൂ. അതിൽ സബ്ജക്റ്റായിട്ട് പറയുന്ന ആൾ ആരോട് പറഞ്ഞത്? കേൾക്കുന്ന ആളോട് നിങ്ങൾ. ഒരു എന്താ തരൂ? ക്രിയ. എന്താ തരണ്ടേ? ഒരു ഗ്ലാസ് വെള്ളം. അപ്പോൾ സബ്ജക്റ്റ് യു, വെർബ് തരൂ, എന്താ തരേണ്ടത്? ഓബ്ജക്റ്റ് ഒരു ഗ്ലാസ് വെള്ളം. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഓബ്ജക്റ്റ്. അപ്പോൾ ഘടന ഒന്നും മാറ്റമൊന്നുമില്ല. ഏതന്നെയാണ്? സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, അങ്ങനെ തന്നെയാണ് ഇതൊക്കെ പോവുക. അതിലെല്ലാത്തിലെയും
സബ്ജക്റ്റ് യു ആയിരിക്കും, വെർബ് റൂട്ടായിരിക്കും. വെർബ് റൂട്ടായിരിക്കും. അത്രയാണ് നമ്മൾ അപേക്ഷാവാചകങ്ങളിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. മനസ്സിലായ? പിന്നെ അപേക്ഷിക്കുമ്പോൾ നമ്മളിപ്പോൾ അപേക്ഷിക്കുമ്പോൾ വരൂ, തരൂ എന്നൊക്കെ പറയാ കുട്ടികളെ, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ താ, തരൂ, തരുവിൻ എന്നൊക്കെ പറയും. തന്നാലും അങ്ങനെയൊക്കെ റിക്വസ്റ്റ് ചെയ്യും. പല വാക്കുകൾ വയ്ക്കും. ഹിന്ദിയിലൊക്കെ അങ്ങനെ വളരെ ഉപചാരപൂർവം പറയുന്ന വാക്കുകളുണ്ട്. ഇംഗ്ലീഷിൽ ഒറ്റ രൂപമുള്ളതിന് തരൂ എന്ന് പറഞ്ഞാലും, തരിക എന്ന് പറഞ്ഞാലും, തരുവിൻ എന്ന് പറഞ്ഞാലും, തന്നാലും എന്നുള്ളതിനൊക്കെ ഒരൊറ്റ വാക്കുള്ളൂ, ഗീവ്. വെർബ് റൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. മനസ്സിലായി? ഇംഗ്ലീഷിലപ്പോൾ തരൂ, തരുവിൻ, തരിക, തന്നാലും എന്നുള്ളതിനൊക്കെ ഒരു ഒറ്റ വാക്കുള്ളൂ. അതാണ് ഇത്. ഷട്ടപ്പ് എന്ന് വെച്ചാൽ അടയ്ക്കുക എന്ന് വെച്ചാൽ അടയ്ക്കുക, അടക്കുവിൻ, അടച്ചാലും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കുള്ളൂ. പോകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോ, പോകുവിൻ, അതും ഗോയി തന്നെ, പോയാലും ഗോയി. പിന്നെ നമ്മൾ അപേക്ഷയാകുമ്പോൾ നമ്മൾ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് തന്നെ അതിലൊരു അപേക്ഷയുടെ ഒരു ധ്വനി ഉണ്ടായിരിക്കും. എന്നാൽ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. നമ്മൾ ഒരു ഏതെങ്കിലും വാക്കുണ്ട്, അപേക്ഷയാണ് സൂചിപ്പിക്കാൻ. പ്ലീസ്, കൈൻഡ്ലി, അങ്ങനെ വാക്കുകളും വെച്ചിട്ടാണ് പറയുക. ഒരു ഗ്ലാസ് വെള്ളം തരും, പ്ലീസ് വെച്ചിട്ടാണ് പറയുക. എനിക്ക് പറഞ്ഞാൽ യു പ്ലീസ് ഗീവ് മി ഗ്ലാസ് ഓഫ് വാട്ടർ എന്നാണ് പറയുക അപേക്ഷിക്കുമ്പോൾ. ഞാൻ കുറച്ച് അപേക്ഷ വാക്യങ്ങൾ ഇവിടെ എഴുതിയിടാം. അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. നമുക്ക് വരുക എന്ന വാക്കിൻ്റെ എന്തൊക്കെ അർത്ഥം നോക്കാം. വരുക എന്നുള്ളതിന് കമ്മനിയാണ്, വരുവിൻ എന്നുള്ളതിന് കമ്മനിയാണ്, വരണ എന്നുള്ളതിന് കമ്മനിയാണ്, വന്നാലും എന്നുള്ളതിന് കമ്മനിയാണ്. ഇംഗ്ലീഷ് ഒറ്റ വാക്കാണ്, വെർബ് റൂട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ നെഗറ്റീവ് എന്ന് വെച്ചാൽ അതിൻ്റെ നമുക്ക് കമ്മനി ഒന്നും ചേരാതെ ഡു നോട്ട് കം, വരാതിരിക്കുക, ഡു നോട്ട് കം, വരാതിരിക്കുവിൻ, ഡു നോട്ട് കം, വരാതിരിക്കണേ, ഡു നോട്ട് കം, വന്നാൽ, അതിനൊക്കെ ഇത് ഒരേ ഫോം തന്നെയാണ്. നമ്മൾ സന്ദർഭോചിതമായി അർത്ഥം എടുക്കണം എന്ന് മാത്രം. അപേക്ഷയിലാകുമ്പോൾ ഏതർത്ഥം എടുക്കുക വെച്ചാൽ അത് ഉചിതമായ അർത്ഥം എടുക്കുക. അതുപോലെ ആജ്ഞയിലാണെങ്കിൽ ആജ്ഞാപിക്കുന്ന വാചകങ്ങൾ അതിനനുസരിച്ച് അർത്ഥം എടുക്കുക. സന്ദർഭം നോക്കി നമ്മളതിൻ്റെ അർത്ഥം എടുക്കണം എന്നുള്ളതാണ് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകതയാണത്. കാരണം അത് വികാസം പ്രാപിക്കാത്തൊരു ഭാഷയായ കാരണം അതിന് കുറേ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മലയാളം നമുക്ക് ഇംഗ്ലീഷിലാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. പലതിനും ഒറ്റ വാക്കാണ്, പലർക്കും അറിയില്ല അത്. അതുകൊണ്ടാണ് നമുക്ക്, അതായത് നമ്മൾ ഒരു എന്താ പറയുക, ഒരു ചെറിയ പാത്രത്തിലേക്ക് വലിയ വട്ടയൊന്നും ഇറക്കി, ഇപ്പോൾ നമ്മൾ ഗ്ലാസ്സിലേക്ക് വട്ടയം ഇറക്കി വയ്ക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെയാണ് മലയാളം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൽ ചെറിയ വികസിക്കാത്ത ഭാഷയാണ് ഇംഗ്ലീഷ്. അതുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പ്രയാസമാണ് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ അങ്ങനെ അർത്ഥം എടുക്കണം. ഇനി നോക്കുക, അപ്പോൾ ഏതാണ് സബ്ജക്റ്റ് എന്ന് നമ്മളോട് പറഞ്ഞു. ഏതാണ് സബ്ജക്റ്റ്? യു ആണ് എല്ലാവരും. അപ്പോൾ നിങ്ങൾ പുസ്തകം തുറക്കൂ, നമ്മൾ കമാൻഡ് ആദ്യം പറയാം. നിങ്ങൾ പുസ്തകം തുറക്കൂ എന്നൊരാളോട് ആജ്ഞാപിക്കാൻ വിചാരിക്കുക. അതെങ്ങനെ എഴുതുക? നിങ്ങൾ പുസ്തകം തുറക്കൂ. നിങ്ങൾ പുസ്തകം തുറക്കൂ, അല്ലേ? നിങ്ങൾ പുസ്തകം തുറക്കൂ. നിങ്ങൾ പുസ്തകം തുറക്കൂ. കാന്ന് തോന്നുന്നില്ല അല്ലേ? നിങ്ങൾ പുസ്തകം തുറക്കൂ എന്നൊരു വാചകത്തിൽ ഏതൊക്കെയുള്ളത്? സബ്ജക്റ്റ്, ഓബ്ജക്റ്റ്, വെർബ്. ഇതിൽ അത് സാധാരണ വാചകത്തിൻ്റെ ഓർഡർ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെ അത് ഇംഗ്ലീഷിലാക്കാം? തുറക്കൂ, തുറക്കുക എന്നതിനൊക്കെ ഒരു വാക്ക് തന്നെ. ഏതാ വരിക? ഓപ്പൺ. ഏതാ വരിക? വരൂ. അപ്പോൾ ഇതിൽ തുറക്കൂ എന്നുള്ളതിന് എന്താ വയ്ക്കുക? ഓപ്പൺ, വെർബ് റൂട്ട്. നിങ്ങളുള്ളതിന് യു, ഓപ്പൺ എന്നുള്ളതിന് ഓപ്പൺ,
അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഇംഗ്ലീഷ് അറിയാം. അപ്പം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. എന്തായിരിക്കും യു എന്നുള്ളതിന് എന്താ യു, പിന്നെ എന്താ ഇതാകുമ്പോൾ ഓപ്പൺ അല്ലേ, ഓപ്പൺ. പുസ്തകം ലാസ്റ്റ് അല്ലേ, ബുക്ക്. സാധാ വാചകത്തിന്റെ ഘടന തന്നെയല്ലേ, സബ്ജക്റ്റ് ഏതാന്ന് മാത്രം. അപ്പൊ നിങ്ങൾ പുസ്തകം തുറക്കൂ എന്നൊരാളോട് ഒന്ന് കമാൻഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു അധ്യാപകൻ കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ പുസ്തകം തുറക്കൂ എന്ന് പറയുമ്പോൾ ഒരു കമാൻഡ് ആണല്ലോ. എങ്ങനെ ഇംഗ്ലീഷ് പറയാം, യു ഓപ്പൺ ദ ബുക്ക് എന്താ പറയാ, യു ഓപ്പൺ ദ ബുക്ക്. ഈ ടെൻസ് എന്ന് വെച്ചാൽ ടെൻസ് ഒന്നും ഇല്ല, വെർബ് റൂട്ട് പറഞ്ഞാൽ മതി. യു ഓപ്പൺ ദ ബുക്ക്, നിങ്ങൾ പുസ്തകം തുറക്കൂ, തുറക്കുവിൻ എന്നുള്ളതിന് യു ഓപ്പൺ ദ ബുക്ക്. അപ്പൊ അതന്നെ എല്ലാത്തിനും വെക്കുക. അപ്പൊ ഇതാണ് എന്ത്, നിങ്ങൾ ഉറക്കെ വായിക്കൂ എന്നുള്ളതിന് പറഞ്ഞപ്പോ നിങ്ങൾ ഉറക്കെ വായിക്കൂ, നിങ്ങൾ തന്നെ അറിയാം. ഉറക്കെ എന്നുള്ളതിനെ നമുക്കറിയാം അലൗഡ്, വായിക്കൂ എന്നുള്ളതിനെ അറിയാം റീഡ്. അപ്പൊ ഇങ്ങനെ പറയാ, യു റീഡ് അലൗഡ്, യു റീഡ് അലൗഡ്, നിങ്ങൾ ഉറക്കെ വായിക്കൂ. അത് നിങ്ങൾ അവന് ഒരു പേന കൊടുക്കൂ, നിങ്ങൾ അവന് ഒരു പേന കൊടുക്കൂ. നിങ്ങൾ സബ്ജക്റ്റ്, കൊടുക്കൂ ഓബ്ജക്റ്റ് അല്ല വെർബ് അല്ലേ, അങ്ങനെയല്ലേ വരും. നിങ്ങൾ അവനൊരു, അതറിയാം. അപ്പൊ വെർബ് അറിയാം, നമുക്ക് സബ്ജക്റ്റ് അറിയാം. എന്ത്, പേന, ആർക്ക്, അവന്. നമുക്കറിയാം അതിന്റെ ഒരു ഇതറിയാം, ഇംഗ്ലീഷിലാക്കറിയാം അല്ലേ. അപ്പൊ നിങ്ങൾ അവന് ഒരു പേന കൊടുക്കും വെച്ചാൽ നിങ്ങൾ കൊടുക്കൂ അവന് ഒരു പേന. എന്തല്ല ഓർഡർ ഇംഗ്ലീഷിന്റെ, അത് 3 ടൈപ്പ് വാചകമാണെന്ന് നമുക്കറിയാം. അതൊക്കെ പെട്ടെന്ന് തന്നെ വരണട്ടോ പ്രയോഗിച്ചത്. അപ്പൊ യു ഗീവ് ഹിം എ പെൻ, നിങ്ങൾ അവനൊരു പേന കൊടുക്കൂ. യു ഗീവ് ഹിം എ പെൻ. ഒക്കെ ആജ്ഞയാകുമ്പോൾ അങ്ങനെ പറയാ, ഈ അവനൊരു, നിങ്ങൾ അല്ലെങ്കിൽ നീ അവനൊരു പേന കൊടുക്കൂ. യു ഗീവ് ഹിം എ പെൻ, അങ്ങനെയല്ലേ വരിക. അപ്പൊ നമുക്കത് മനസ്സിലായി ഇല്ലേ, എങ്ങനെയാണ് ഇതെന്ന് വെച്ചാൽ സാധാരണ ഓർഡർ തന്നെയാണ്. സബ്ജക്റ്റ് എന്തായിട്ട് വരും, എല്ലാവരും സബ്ജക്റ്റ് യു ആ വരിക. പിന്നെ വെർബ് റൂട്ടാണ് വരിക, അത്രേ അറക്കമുള്ളൂ. അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് വെർബ് റൂട്ടാ വരിക. ഓർഡറൊക്കെ നമ്മൾ പഠിച്ചു തന്നെ. അപ്പൊ ആജ്ഞാവാചകങ്ങളുടെ അല്ലെങ്കിൽ കമാൻഡ് ആയിട്ടുള്ള വാചകങ്ങൾ പ്രത്യേകത യു സബ്ജക്റ്റ് വെർബ് റൂട്ടാണ്, വെർബ് റൂട്ടാണ് വെർബായിട്ട് ഉപയോഗിക്കുന്നത്. അത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ. ക്രമമൊക്കെ നമ്മൾ പഠിച്ച വാചകത്തിന്റെ അതേ ക്രമം തന്നെ. അപ്പൊ അങ്ങനെ എഴുതി കൊടുത്ത് നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ. അപ്പൊ അത്രയും ഇതിനെ മനസ്സിലാക്കാമല്ലോ, ഏത് കമാൻഡ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നമ്മൾ കമാൻഡ് ചെയ്യുമ്പോ നീ ഒരു ഗ്ലാസ് വെള്ളം തരൂ, നിങ്ങളൊരു പുസ്തകം തരൂ, നിങ്ങളൊരു പേന തരൂ. എപ്പോഴും കേൾക്കുന്ന ആളോട് നമ്മൾ അത് ഉപയോഗിക്കാറില്ല, എന്ത്, സബ്ജക്റ്റ് പറയാറില്ലേ. അപ്പൊ സബ്ജക്റ്റ് ഉണ്ട് എങ്കിലും അത് പറയാറില്ല, വിട്ട് കളഞ്ഞിട്ടാണ് പറയുക. അത് അപേക്ഷിക്കുമ്പോഴും ആജ്ഞാപിക്കുമ്പോഴും അത് തന്നെയാണ് കേസ്. അതുകൊണ്ട് എങ്ങനെയായിരിക്കും പറയാം, ഇത് പറയാറില്ല. ആജ്ഞാപിക്കുമ്പോ ഏതോ യു പറയാറില്ല സാധാരണ, പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവന് പറയാ, അപ്പൊ ഓപ്പൺ ബുക്ക്, ഓപ്പൺ ബുക്ക്, പുസ്തകം തുറക്കൂ, ഓപ്പൺ ബുക്ക്, അതിന് പറയുള്ളൂ. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഉറക്കെ വായിക്കൂ, അതിന് പറയാ, നിങ്ങൾ പറയാല്ലോ ഉറക്കെ വായിക്കൂ. അപ്പോൾ സബ്ജക്റ്റ് വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ വെർബ് തൊട്ട് പറഞ്ഞാൽ മതി. എങ്ങനെയാ പറയാ, ഇപ്പൊ റീഡ് അലൗഡ്, റീഡ് അലൗഡ്, അങ്ങനെയാണ് ആജ്ഞാപിക്കുക. നിങ്ങൾ അവന് ഒരു പേന കൊടുക്കൂ എന്നുള്ളത് നമ്മൾ യു വിട്ടുകളെന്ന് പറയാ, അവന് ഒരു പേന കൊടുക്കൂ. ഗീവ് ഹിം എ പെൻ, ഗീവ് ഹിം എ പെൻ. അപ്പൊ ആജ്ഞാപിക്കുമ്പോ ഒക്കെ അങ്ങനെയാണ് പറയുക. അപ്പൊ യു വിട്ട് കളഞ്ഞ് പറയാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ യു വിട്ട് കളഞ്ഞാൽ നമ്മളെല്ലാവരോടും ആജ്ഞാപിക്കാറ്. പക്ഷെ അതിൽ സബ്ജക്റ്റ് ഉണ്ട് എന്ന കാര്യം നിങ്ങളെപ്പോൾ ഓർമ്മയിൽ വേണം. അത് അണ്ടർസ്റ്റുഡ് ആണ്, പരോക്ഷമായിട്ടാണ് എന്ന കാര്യം ഓർമ്മയിൽ വേണം. അപ്പൊ നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ തന്നെയാണ് എന്തേല് അപേക്ഷയിലും. അപ്പൊ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ആ പേന തുറക്കൂ, ദയവായി തുറക്കൂ. ഇംഗ്ലീഷിലെപ്പോഴും അവർ ദയവായി, അത് കൈൻഡ്ലി, അതുപോലെ പ്ലീസ് എന്നുള്ള വാക്ക് ചേർക്കണം. അപ്പൊ യു പ്ലീസ് ഓപ്പൺ ദ ബുക്ക് എന്നാണ് ശരിക്കും വരിക. യു പ്ലീസ് ഓപ്പൺ ദ ബുക്ക്, അതിൽ യു കളയുമ്പോൾ പ്ലീസ് ഓപ്പൺ ദ ബുക്ക്, അല്ലെങ്കിൽ കൈൻഡ്ലി ഓപ്പൺ ദ ബുക്ക്. നിങ്ങൾ ഉറക്കെ വായിക്കൂ എന്നുള്ളത് അപേക്ഷയാകുമ്പോൾ ദയവായി നിങ്ങൾ ഉറക്കെ വായിക്കൂ. അപ്പൊ ഇനി പറയാം, ദയവായി നിങ്ങൾ ഉറക്കെ വായിക്കുന്നു, നിങ്ങൾ വിട്ടു വന്നിട്ടായിരിക്കും പറയാം, ദയവായി ഉറക്കെ വായിക്കുക. അപ്പൊ ഇനി പറയുക പ്ലീസ് വെക്കുക,
അപ്പോൾ സബ്ജക്റ്റ് വിട്ട് കളയുക, പ്ലീസ് വെച്ചിട്ട് സാധാ ക്രമത്തിൽ തന്നെ വാചകം പറയുക. അതായത് പ്ലീസ് വെർബ്, ബാക്കിയൊക്കെ സാധാരണ പോലെ തന്നെ, ക്രമം അത് തന്നെ. യു വിട്ട് കളഞ്ഞും പറയാൻ മാത്രം. നീ എനിക്ക് 10 രൂപ കടം തരുമെന്ന് പറയുക. അങ്ങനെ പറയുമ്പോൾ കടം തരൂ അപേക്ഷിക്കുമ്പോൾ യു പ്ലീസ് ഗിവ് മീ 10 rupees. യു പ്ലീസ് ഗിവ് മീ 10 rupees. ഇനി എങ്ങനെ പറയാ? അത് നിങ്ങൾ വിട്ട് കളഞ്ഞു വരുമ്പോൾ പ്ലീസ് ഗിവ് മീ 10 rupees. 10 രൂപ തരും. ഇത്രയാണ് നമ്മൾ പഠിക്കുകയല്ലോ. അതൊക്കെ ഇതിൻ്റെ ഈ കുട്ടൻസ് മനസ്സിലായില്ലോ. അപ്പോൾ ഇത്രയുള്ളൂ നമുക്ക്. അപ്പോൾ അത് കുറച്ച് ട്രിക്സ് ആണ്, തുടർവാചകങ്ങൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ മനസ്സിലായില്ലോ അത്. അപ്പോൾ നമുക്ക് ഇനി കുറച്ചൊക്കെ നിങ്ങൾ ഉദാഹരണങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വിഷയമായി കാണാം. അതുവരേക്കും ഇവിടെ നന്ദി, നമസ്കാരം, ബൈ.